പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, ഞങ്ങൾക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും അങ്ങയുടെ കുരിശുമരണത്തിലൂടെ ഞങ്ങൾക്ക് യോഗ്യരാക്കി തന്ന, അനുഗ്രഹം പ്രാപിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കിയ അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഇന്ന് ഒരിക്കൽ കൂടി ദൈവവചനത്തിന് മുമ്പിലേക്ക് ഞങ്ങൾ അണയുമ്പോൾ അവിടുത്തെ മക്കളായി മാറാനും അനുഗ്രഹം സ്വന്തമാക്കാനുമുള്ള വഴികൾ ഞങ്ങൾക്ക് മുമ്പിൽ തുറക്കണമേ. ഓ പരിശുദ്ധ ദൈവമാതാവേ, ദൈവവചനത്തിലൂടെ അവിടുത്തെ മകനും മകളുമായി മാറാനുള്ള ഈശോയുടെ ഹിതം ഞങ്ങളിൽ നിറവേറ്റാൻ തക്ക വിധത്തിൽ ദൈവവചനം ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു നൽകണമേ. സ്വർഗത്തിലെ സകല വിശുദ്ധരെ, മാലാഖമാരെ, ദൈവവചനത്തിനു വേണ്ടി ജീവിച്ചവരെ, ദൈവത്തിൻ്റെ സ്വന്തം പുത്രരായി മാറിയവരെ ഞങ്ങൾക്ക് വേണ്ടി ഈ മണിക്കൂറുകളിൽ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും? പലവിധ വഴികൾ നമുക്ക് മുമ്പിലുണ്ടെങ്കിലും ഏറ്റവും എളുപ്പ വഴിയും ഏറ്റവും കുറുക്ക് വഴിയും എന്താണ്? പാപത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടത് ദൈവത്തിൻ്റെ മക്കളെന്ന സ്ഥാനമാണ്. ആ മക്കളെന്ന സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് അവകാശമായി ലഭിക്കേണ്ട പലതും നമുക്ക് ലഭിക്കാതായി. അത് സ്വീകരിക്കാൻ നമ്മൾ യോഗ്യതയില്ലാത്തവരായി മാറി. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഈ ദൈവത്തിൻ്റെ മകനും മകളുമായി എളുപ്പത്തിൽ മാറാൻ സാധിക്കുക? അങ്ങനെ ദൈവകൃപ, നാം ആഗ്രഹിക്കുന്ന ദൈവകൃപ എങ്ങനെ നമുക്ക് സ്വന്തമാക്കാം? അനേകം പ്രാർത്ഥനകളും അനേക തരത്തിലുള്ള ആത്മീയ അഭ്യാസ പ്രവർത്തികളും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഭക്താനുഷ്ഠാനങ്ങൾ നാം മാറി മാറി ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ ഓരോരുത്തരുടെ ജീവിതത്തിലും പൊതുവായി എങ്ങനെയാണ് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് സാധിക്കുക? ബൈബിളിൽ നോക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായ ഉത്തരമുണ്ട്. ദൈവത്തിൻ്റെ മകനും മകളുമായി മാറാനുള്ള എളുപ്പവഴി പലപ്പോഴും നമുക്ക് ഈ കുറുക്ക് വഴി പലർക്കും താല്പര്യമില്ലാത്തത്. അതുകൊണ്ടാണ് പലപ്പോഴും നാം അത് പരിശ്രമിക്കുക പോലും ചെയ്യാതെ എന്നെക്കൊണ്ട് ഇതിന് സാധ്യമല്ല എന്നുള്ള രീതിയിൽ നാം ജീവിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 43 മുതലാണ് ദൈവത്തിൻ്റെ മകനും മകളുമായി മാറി അനുഗ്രഹം സ്വന്തമാക്കാൻ ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവം എളുപ്പവഴിയെക്കുറിച്ച് പറയുന്നത്. നമുക്കെല്ലാം എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുകയാണല്ലോ താല്പര്യം. അവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വചനങ്ങൾ. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. എങ്ങനെയാണ് മകനും മകളുമായി മാറുക? ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മകനും മകളുമായി മാറും. മകനും മകളുമായി മാറിയാലുള്ള ഗുണം എന്താണ്? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ പറയുകയാണ്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറുമ്പോൾ നമ്മൾ അവകാശികളായി മാറുന്നു. ക്രിസ്തുവിനോടൊപ്പം കൂട്ടവകാശികൾ. യേശു ക്രിസ്തു കുരിശിൻ്റെ ബലിയിലൂടെ എനിക്ക് വേണ്ടി സ്വന്തമാക്കിയ ദൈവീക ജീവൻ, നിത്യജീവൻ, എൻ്റെ സൗഖ്യം, എൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും എൻ്റെ സമ്പത്തിലും വസ്തുവകകളിലുമുള്ള അനേകം അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാനുള്ള എളുപ്പവഴി വചനം പറയുകയാണ്, നീ ശത്രുവിനെ സ്നേഹിക്കുക. ശത്രുവിനെ സ്നേഹിച്ചാൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ മകനും മകളുമായി മാറും. ബൈബിളിൽ ഉടനീളം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അനേകം ദൈവങ്ങളും അനേകം ദൈവിക സങ്കല്പങ്ങളുമുള്ള ഈ ലോകത്ത് ഒരേ ഒരു ദൈവം മാത്രമേ മനുഷ്യജീവൻ്റെ പൂർണ്ണതയിലേക്ക് വളരാൻ, അനുഗ്രഹം ജന്മാവകാശമായി സ്വന്തമാക്കാനുള്ള എളുപ്പവഴി പറഞ്ഞുള്ളൂ. ലോകത്തെ സംബന്ധിച്ച് ഭോഷത്തരമായിരിക്കാം, എന്നാൽ യേശുക്രിസ്തു കുരിശിലൂടെ തെളിയിച്ച സത്യമാണ്, ശത്രുവിനെ സ്നേഹിക്കുന്നതിലൂടെ, അവനെ അനുഗ്രഹിക്കുന്നതിലൂടെ ഒരുവൻ ദൈവത്തിൻ്റെ മകനും മകളുമായി മാറും.
അവൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹത്തിൻ്റെ തടസ്സങ്ങളും മാറി അനുഗ്രഹം അവൻ്റെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായി ചൊരിയുമെന്നുള്ളത്. ലോകത്തിലെല്ലാവരും അനുഗ്രഹം തേടി നടക്കുക. ഈ അനുഗ്രഹം തേടി നടക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും സ്നേഹിക്കാനാകാത്ത ചില സാഹചര്യങ്ങൾ, അംഗീകരിക്കാനാകാത്ത വ്യക്തികൾ, ജീവിതത്തിലെ ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, ഇത് നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ ഒരു തലത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ സ്നേഹത്തിന് വിരുദ്ധമായി നിൽക്കുന്നുണ്ട്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല, കാരണം ദൈവം സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന് വിരുദ്ധമായ പ്രവൃത്തി ദൈവത്തിന് വിരുദ്ധമായ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് നീ സ്നേഹിക്കുക, നീ ദൈവത്തെ പോലെയായി മാറും. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വചനം മനോഹരമായി പറയുകയാണ്. ബൈബിളിൽ അനേക നിയമങ്ങളുണ്ടെങ്കിലും ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ അനേക കാര്യങ്ങൾ ദൈവം പറയാൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മോട് പറയുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട രാജകീയ നിയമം, റോയൽ ലോ ഓഫ് ബൈബിൾ, അതെന്താണ്? യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ പറയുകയാണ്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന വിശുദ്ധ ലിഖിതത്തിലെ രാജകീയ നിയമം നിങ്ങൾ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നെങ്കിൽ നിങ്ങൾ ശരിയായി ഉത്തമമായി പ്രവർത്തിക്കുന്നു. വീണ്ടും അടുത്ത 2 വാക്യങ്ങൾക്ക് ശേഷം 10-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ഒരുവൻ നിയമം മുഴുവൻ പാലിച്ചു എങ്കിൽ ഒരു നിയമത്തിൽ അവൻ വീഴ്ച വരുത്തിയാൽ എല്ലാം ലംഘിച്ചവനെ പോലെയാണ്. നാം ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നു, ദിവസേന വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, പലവിധ പുണ്യപ്രവർത്തികൾ, എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ യാക്കോബ് ശ്ലീഹ ഓർപ്പിക്കുകയാണ്, നിങ്ങളെല്ലാം ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ലംഘിച്ചാൽ എല്ലാം ലംഘിച്ചവനെ പോലെയാണ്. കാരണം അത് വിശ്വാസത്തെ സംബന്ധിച്ച. എൻ്റെ ജീവിതത്തിൽ ദൈവം അറിയാതെ അനുവദിക്കാതെ ഒരു ശത്രു പോലും ഉണ്ടാകുന്നില്ല, ഒരു തകർച്ച പോലും ഉണ്ടാകുന്നില്ല. ഒരുവൻ പോലും ദൈവം അറിയാതെയും അനുവദിക്കാതെയും എനിക്കെതിരെ നിൽക്കാത്തതുകൊണ്ട് ഇത് നന്മയാക്കി മാറ്റാൻ കഴിവുള്ള ദൈവത്തിൽ ഞാൻ വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ 23-ാം മാർപ്പാപ്പ പത്രലേഖകർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ ഇത്രമാത്രം ദുരിതം? ഇതുകൊണ്ടാണ് പിശാചിനിങ്ങനെ കയറൂരി വിട്ടിരിക്കുന്ന പോലെ വിട്ടിരിക്കുന്നത്? ദൈവം ഇത്രമാത്രം തോന്നിവാസിയാണോ? മാർപ്പാപ്പ ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം പറഞ്ഞു, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവം ഇത് അനുവദിക്കുന്നുവെങ്കിൽ ഈ തിന്മയേക്കാൾ 100 ഇരട്ടി നന്മ അവന് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഈ തിന്മയെ എന്നും നാം പറയുന്ന ഈ കാര്യത്തെ ദൈവം അനുവദിക്കുന്നത്. അതുകൊണ്ട് വചനം പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാ പ്രവർത്തികളും ചെയ്യുന്നുണ്ടാകാം. ഇന്ന് പലരുടെയും ജീവിതാനുഭവങ്ങളാണ്. എവിടെയെങ്കിലും ഏതെങ്കിലും വ്യക്തികളുമായി സ്നേഹത്തിൽ ഐക്യപ്പെടാൻ പറ്റാത്ത അവസ്ഥ, അംഗീകരിക്കപ്പെടാൻ പറ്റാത്ത അവസ്ഥ, വെറുപ്പും വിദ്വേഷവും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന അവസ്ഥ. വചനം പറയുകയാണ്, നീ മറ്റെല്ലാ നിയമങ്ങളും, വ്യഭിചാരം ചെയ്യുന്നില്ല, കള്ളത്തരം ചെയ്യുന്നില്ല, മോഷ്ടിക്കുന്നില്ല, എല്ലാ പ്രവൃത്തികളും എല്ലാ നിയമങ്ങളും അനുസരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിലുള്ള പ്രധാനപ്പെട്ട നിയമമായ സ്നേഹത്തിൻ്റെ കൽപ്പന നീ ലംഘിക്കുന്നുവെങ്കിൽ എല്ലാ കൽപ്പനകളും ലംഘിച്ചവനെ പോലെയാണ്. എന്നാൽ സ്നേഹത്തിൻ്റെ കൽപ്പന നീ അനുസരിക്കുന്നുവെങ്കിൽ, അത് ജീവിതത്തിൽ സ്വയം കഷ്ടപ്പെട്ടായാലും പാലിക്കുന്നുവെങ്കിൽ നീ ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരനായി മാറിയിരിക്കും. ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത് രാജകുമാരനും രാജകുമാരിയും, ലൂയി രാജകുമാരൻ്റെ ഭാര്യയായി മാറ്റപ്പെട്ട എലിസബത്ത് വളരെ ആഡംബരപൂർവമായ ജീവിതമായിരുന്നുവെങ്കിലും ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു പുണ്യവതിയായിരുന്നു. കൊട്ടാരത്തിൽ തനിക്ക് ലഭിക്കുമായിരുന്ന എല്ലാവിധ സൗഭാഗ്യങ്ങളും അവൾ പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. എന്നാൽ ഒരു നാളിൽ തൻ്റെ പ്രിയതമൻ മരണശേഷം അവൾ കൊട്ടാരത്തിൽ നിന്ന് പടിയിറക്കപ്പെടുകയാണ്. അവളും മക്കളും തെരുവിലേക്ക് വലിച്ചഴക്കപ്പെടുകയാണ്. ഒന്നുമില്ല, ഇതുവരെ പ്രാർത്ഥിച്ച ദൈവങ്ങൾ പോയി മറഞ്ഞതുപോലെയായി. ദൈവത്തെ എത്രമാത്രം സ്നേഹിച്ചിട്ടും ജീവിതത്തിൽ ദുരന്തം. അവളും കുഞ്ഞുങ്ങളെയും കൂട്ടി തെരുവിൽ ഭിക്ഷയാചിക്കാൻ തുടങ്ങി. അങ്ങനെ അവൾ ജീവിക്കുക. പക്ഷെ അവൾ പറഞ്ഞു, ഈ ഭാഗ്യം എനിക്ക് തന്ന എൻ്റെ ദൈവമേ നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം കാണുക, അവൾ ഒരു
പന്നികളുടെ കൂടെ ഒരു അന്തി ഉറങ്ങേണ്ടി വന്നു. വീണ്ടും കാണുക എങ്ങനെയാണ്, അവളിങ്ങനെ ഒരു നദീതീരത്തിലുള്ള ഒറ്റയടി പാതയിലൂടെ പോകുമ്പോൾ ഇതാ തനിക്ക് എതിരെ ഒരു വ്യക്തി വരികയാണ്. ആ വ്യക്തി മറ്റാരുമല്ല, രാജകൊട്ടാരത്തിൽ ഭിക്ഷ യാചിക്കാൻ വന്ന വയോധികയായ ഒരു ഭിക്ഷക്കാരി സ്ത്രീ. ഇങ്ങനെ ഒറ്റയടി പാലത്തിൽ രണ്ടുപേരും മുഖാമുഖം കടന്നു വരുമ്പോൾ ഈ സ്ത്രീ, ഈ ഭിക്ഷക്കാരിയായിരുന്ന സ്ത്രീ ഇവളെ കണ്ട് കലി കയറി പറഞ്ഞു, നീ പണ്ട് വലിയ രാജകുമാരിയാണല്ലോ, ഇന്നിതാ നീ എന്നെപ്പോലെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളെ ആ ഒറ്റയടി പാതയിൽ നിന്ന് അവളെ താഴെയുള്ള ചെളിവെള്ളത്തിലേക്ക് തള്ളിയിട്ടു. ചെളിവെള്ളത്തിൽ വീണ ഈ രാജകുമാരി പറയുകയാണ്, ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ സൗഭാഗ്യത്തിലും സന്തോഷത്തിലും വലിയ വസ്ത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളുമൊക്കെ അണിഞ്ഞു നടന്നിരുന്ന ഞാൻ, അതിനുള്ള പരിഹാരം ദൈവമേ ഇപ്പോഴാണ് എനിക്ക് ചെയ്യാൻ സാധിച്ചത്. അതിനുപകരണമാക്കിയ ഈ സ്ത്രീ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ചെളിവെള്ളത്തിൽ കിടന്ന് പ്രാർത്ഥിക്കുക. ചരിത്രം ഇപ്രകാരമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അവൾക്ക് ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. അവളോട് പറഞ്ഞു, എൻ്റെ എലിസബത്ത്, നീ ഇതുവരെ ഇത്ര മനോഹരമായി പ്രാർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, നീ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ഞാൻ ക്ഷമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശത്രുവിനോടുള്ള മനോഭാവമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയെയോ താഴ്ചയെയോ തീരുമാനിക്കുന്നത്. എനിക്ക് വിഷമമുണ്ടാക്കുന്ന, വേദനയുണ്ടാക്കുന്ന സാഹചര്യങ്ങളോടുള്ള യഥാർത്ഥത്തിലുള്ള പ്രതികരണമാണ് എൻ്റെ ദൈവവിശ്വാസത്തിൻ്റെ അടിത്തറ. പ്രഭാഷകൻ്റെ പുസ്തകം 28-ാമത്തെ അധ്യായം ഇങ്ങനെയാണ് പറയുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 28:3 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. അയൽക്കാരനോട് പക വെച്ചു പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? തന്നെപ്പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? നിലവിളിച്ച് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അർഹതയില്ലാത്ത ഔദാര്യത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ കണഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവം ചോദിക്കുകയാണ്, നിൻ്റെ ജീവിതത്തിൻ്റെ വഴിയോരങ്ങളിൽ അനേകർ അർഹതയില്ലാത്ത ഔദാര്യത്തിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, നിൻ്റെ ശത്രുക്കൾ തന്നെയാണ്. നീ അവരെ സ്നേഹിക്കാൻ തീരുമാനിക്കുമ്പോൾ നീ ദൈവത്തെ തന്നെയാണ് സ്നേഹിക്കുന്നത്. അങ്ങനെ നീയും ദൈവത്തിൻ്റെ മകനും മകളുമായി മാറും. നീ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കും. ഈജിപ്തിലെ മഹാവിശുദ്ധനായ വിശുദ്ധ മക്കാരിയൂസ് യൗവനത്തിൽ കാലികളെ മേയ്ക്കുന്ന ജോലിയായിരുന്നു. ഒരു നാളിൽ അവനൊരു ദൈവാനുഭവം ഉണ്ടായി. അങ്ങനെ സർവ്വതും ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച് ദൈവവുമായി ഏറ്റവും അടുത്ത് ജീവിക്കുക. ദൈവവുമായി ഏറ്റവും അടുത്ത് ഒരു മഹാസന്യാസിയായി അത്ഭുതങ്ങളും കൃപകളും ധാരാളം ഒഴുകുന്ന ഒരു വ്യക്തിയായി ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലും ഒരു പ്രതിസന്ധി കടന്നു വരികയാണ്. അവനെക്കുറിച്ച് ആ നാട്ടിലുണ്ടായിരുന്ന ഒരു സ്ത്രീ ഒരു കുറ്റാരോപണം നടത്തി. ആ സ്ത്രീയുടെ പരപുരുഷ ബന്ധത്തിലുണ്ടായ കുഞ്ഞ് ഈ സന്യാസി എന്നെ ബലാത്കാരം ചെയ്തതാണ്, അതിൻ്റെ ഫലമായിട്ടുണ്ടായ കുഞ്ഞാണെന്ന് ഇവൾ നാട്ടുകാരോടും വീട്ടുകാരോടും പറയാൻ തുടങ്ങി. ചുറ്റുമുള്ള ദേശം മുഴുവൻ അറിഞ്ഞു, ഇതാ ഇവിടെ ഒരു കള്ളസന്യാസി വന്നിരിക്കുന്നു. അവനെ ക്രൂരമായി പീഡിപ്പിച്ചു, അപമാനിച്ചു, നിന്ദിച്ചു, വേദനിപ്പിച്ചു. പക്ഷേ ചരിത്രം പറയുകയാണ്, അവനൊരക്ഷരം പോലും ഉരിയാടിയില്ല. സ്വന്തം വാക്കുകൊണ്ട് പോലും മറ്റൊരാളെ വേദനിപ്പിക്കാൻ തനിക്കെതിരെ ഈ വ്യാജ ആരോപണം നടത്തിയ ഈ സ്ത്രീയെ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യനും നിന്ദിതയുമാക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. അത്രമാത്രം ദൈവത്തിൻ്റെ സ്നേഹം അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലുണ്ടായിരുന്നു. അവൻ തന്നെ സ്നേഹമായി മാറുകയായിരുന്നു. ഏകദേശം 9 മാസങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീയുടെ പ്രസവ സമയമെടുത്തു. എന്നാൽ ഇവൾ പ്രസവവേദന കൊണ്ട് പൊളയുകയാണ്. പ്രസവിക്കാനാകുന്നില്ല. ഇവൾ അലറി വിളിച്ച് കരയുകയാണ്. പ്രസവവേദന കൊടുമ്പിരി കൊണ്ടു, പക്ഷേ പ്രസവം നടക്കുന്നില്ല. അപ്പോൾ അവൾക്ക് ബോധ്യം വന്നു, ഈ കുഞ്ഞിൻ്റെ ഉടമസ്ഥൻ വിശുദ്ധ മക്കാരിയൂസ് ആണെന്ന് ഞാൻ കള്ളത്തരം പറഞ്ഞു. അവളുടെ ഹൃദയം അനുതാപം കൊണ്ട് നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവൾ നാട്ടുകാർക്കൊക്കെ വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ വിശുദ്ധനാണ്. ഇദ്ദേഹം അല്ല എൻ്റെ ജീവിതത്തിലെ ഈ കുഞ്ഞിൻ്റെ കാരണക്കാരൻ. ഇത് എൻ്റെ പാപം തന്നെയാണെന്ന് ഇവൾ നാട്ടുകാർക്കൊക്കെ വിളിച്ചു പറഞ്ഞു.
എന്നാൽ അദ്ദേഹം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി വിശുദ്ധ മക്കാരിയോസ് എന്ത് ചെയ്തു? മക്കാരിയോസ് ഇതിൻ്റെ സത്യം ഗ്രഹിക്കാനോ ഇതിനൊരു അപ്രിസിയേഷൻ കിട്ടാനോ കാത്തിരുന്നില്ല. ഇവൻ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഓടി ഒളിച്ചു. അത്രമാത്രം മഹാവിശുദ്ധനായിരുന്നു വിശുദ്ധ മക്കാരിയോസ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലുണ്ടാകാം ചെയ്യാത്ത തെറ്റിന് ക്രൂശിക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ടാകാം. അതിന്ന് പലരുടെ ഹൃദയത്തിൽ നീറുകയാണ്. പലർക്കെതിരെയുള്ള വെറുപ്പ്, അന്യായമായി പീഡിപ്പിക്കപ്പെട്ടത്, തകർക്കപ്പെട്ടത്, നശിപ്പിക്കപ്പെട്ടത്, കുറ്റാരോപണങ്ങൾ. എൻ്റെ പ്രിയ സഹോദര സഹോദരി, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ നീ അങ്ങ് സ്നേഹിക്കണം. പൂർവ്വപിതാവായ ജോസഫിനെ കുറിച്ചുള്ള കഥ നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കാം. വളരെ മനോഹരമായ വചനം ഇങ്ങനെയാണ്: ജോസഫ് തന്നെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട, തൻ്റെ ജീവിതത്തിൽ ഉടനീളം അനുഭവിച്ച ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കാരണക്കാരായ തൻ്റെ സഹോദരങ്ങൾ വലിയ തകർച്ചയുടെ ആഴത്തിൽ ബിഷുക്കളെ പോലെ തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ജോസഫ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെയാണ് വചനം പറയുക. ഉൽപ്പത്തിയുടെ പുസ്തകം 45 ഇങ്ങനെയാണ് പറയുന്നത്, 5-ാമത്തെ വചനം: എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട, കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചത്. പ്രിയപ്പെട്ടവരെ, എല്ലാറ്റിലും ദൈവത്തിൻ്റെ ഒരു കരം കാണുകയാണ്. സഹോദരങ്ങളോട് വെറുപ്പില്ല, വിദ്വേഷമില്ല, അവരെ സ്നേഹിക്കുക. അവരെ സ്നേഹിക്കാൻ ഇവനെടുത്ത തീരുമാനം, ഈ തീരുമാനമാണ് യഥാർത്ഥത്തിലുള്ള ദൈവവിശ്വാസം. അപ്പനറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഇങ്ങനെ ഇവനെ സ്നേഹിച്ച ഈ ജോസഫാണ് ഈജിപ്തിൻ്റെ അധിപനായി മാറുന്നത്. പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, സ്നേഹിക്കണം. സ്നേഹിക്കുന്ന വ്യക്തിയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കുന്ന വ്യക്തി. ഏറ്റവും നല്ല ഉദാഹരണം യേശുക്രിസ്തു തന്നെയാണ്. മറ്റെവിടെയും പോകേണ്ട ആവശ്യമില്ല. യേശുക്രിസ്തു കുരിശിൽ കിടക്കുമ്പോൾ ഇത് അവസാനമായി ഒരുവൻ വന്ന് കുന്തം കൊണ്ട് കൊത്തുകയാണ്. ലോഞ്ചിനൂസ് എന്നാണ് അവൻ്റെ പേര്. ശതാധിപനായിരുന്നു. എന്നാൽ അവന് പാർഷ്യലി അവൻ ബ്ലൈൻഡ് ആയതുകൊണ്ട്, അന്ധനായതുകൊണ്ട്, യുദ്ധത്തിന് സൈന്യത്തെ നയിക്കാൻ വേണ്ടി അവൻ പ്രാപ്തനല്ലാത്തത് കൊണ്ടായിരിക്കാം ഈ കുറ്റവാളികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇൻചാർജായിട്ട് അവനെ മാറ്റിയത്. അങ്ങനെ അവനാണ് ഈശോയുടെ അവസാന സമയങ്ങളിൽ അവനെ കുന്തം കൊണ്ട് കുത്തുകയാണ്. യേശുക്രിസ്തു കുരിശിൽ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റ് ദൈവങ്ങളിൽ നിന്ന് യേശുവിനെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ പറഞ്ഞത് അവൻ ചെയ്യുകയാണ്. അവസാനം കുരിശിൽ കിടക്കുമ്പോൾ, വേദനയുടെ ആഴങ്ങളിൽ നിൽക്കുമ്പോൾ, ഇവൻ കുത്തുമ്പോൾ ഇവനെ ശപിക്കുന്നില്ല, ഇവൻ്റെ തലമുറകൾ ഇല്ലാതാകട്ടെ എന്ന് പറയുന്നില്ല. മറിച്ച് യഥാർത്ഥ ദൈവസ്നേഹം വെളിപ്പെടുകയാണ്. അകത്തും പുറത്തും ഒരാൾ തന്നെ. നമ്മളെയൊക്കെ ആരെങ്കിലും വേദനിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഉള്ളിലുള്ള സാധനം വായിലൂടെ പുറത്തേക്ക് വരുന്നത്. നമ്മളാരെങ്കിലും വെറുക്കുമ്പോഴാണ് ഉള്ളിൽ എന്തൊക്കെയുണ്ടോ അത് പുറത്തേക്ക് വരുന്നത്. ഇവിടെ വചനം പറയുകയാണ്, യേശു ക്രിസ്തുവിനെ കുത്തി മുറിവേൽപ്പിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ളത് പുറത്തേക്ക് വരികയാണ്. എന്താണ് അവൻ്റെ ഉള്ളിലുള്ളത്? അവൻ്റെ ഉള്ളിലുള്ളത് സ്നേഹം മാത്രമാ, സമാധാനം മാത്രമാ, സൗഖ്യം മാത്രമാ. വചനം പറയുകയാണ്, അവൻ്റെ മുറിവിൽ നിന്നൊഴുകിയ വെള്ളവും രക്തവും ലോഞ്ചിനൂസിൻ്റെ കണ്ണിൽ പതിക്കുന്നു. അവൻ്റെ കുറവ് നികത്തപ്പെടുന്നു. അവൻ സൗഖ്യമുള്ളവനായി മാറുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു ശത്രു ഉണ്ടെങ്കിൽ അവൻ്റെ കുറവുകൾ നികത്താൻ ഞാൻ വിളിക്കപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. ആ ജോലി ചെയ്യാതെ അവനെതിരെ ഞാൻ കുറ്റാരോപണം നടത്തുമ്പോൾ, അവനെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ ദൈവത്തെ തന്നെയാണ് മാറ്റി നിർത്തുന്നത്. ശത്രുവിനെ സ്നേഹിക്കണം. പ്രിയപ്പെട്ടവരെ, ലോഞ്ചിനൂസിൻ്റെ ബാക്കിയൊരു ജീവിതമുണ്ട്. ഇവൻ സുഖപ്പെട്ടതിന് ശേഷം ഇവൻ എന്ത് സംഭവിച്ചു? ഇവൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല. ഇവർക്ക് വലിയ ദൈവാനുഭവം ഉണ്ടായി. ഇവൻ പറഞ്ഞു, ഫരീസയർ ഇവനെ പ്രലോഭിപ്പിച്ചു. യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാനശേഷം ഇവനോട് പറഞ്ഞു, പൈസ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കൂട്ടുകാർ വന്ന് ശരീരം എടുത്തിട്ട് പോയി എന്ന് പറയണം. ഇവൻ പറഞ്ഞു നടക്കില്ല. അങ്ങനെ അവസാനം ആഴമേറിയ ദൈവാനുഭവത്തിൽ സൈനിക ഉദ്യോഗം അവൻ രാജിവെച്ചു. പത്രോസിനെയും പൗലോസിനെയും പ്രസംഗങ്ങൾ കേട്ടു, മാനസാന്തരപ്പെട്ടു, കേസറിയായിൽ വന്ന് താമസിച്ചു. അങ്ങനെ കുറേ നാൾ ഒളിവിൽ താമസിച്ചു. വീണ്ടും തിരിച്ച് സ്വഭവനത്തിലേക്ക് വന്നപ്പോൾ അധികാരികൾ അറിഞ്ഞു ഇവൻ വന്നിട്ടുണ്ട്. ഇവനെ കൊല്ലാൻ വേണ്ടി ആളുകളെ അയച്ചു. എന്നാലും ഇവൻ വേഷപ്രച്ഛന്നനായി നടന്നു. ആർക്കും ഇവനെ മനസ്സിലായില്ല. അങ്ങനെ തന്നെ അന്വേഷിച്ച് വന്നത് പടയാളികളെ സ്വന്തം വീട്ടിൽ സ്വീകരിച്ച് അവർക്ക് മനസ്സിലായില്ല ഇവനാണെന്നുള്ളത്. ഈ ലോഞ്ചിനൂസിൻ്റെ വീട്ടിൽ ഈ പടയാളികളൊന്ന് താമസിച്ചു, ഭക്ഷണമൊക്കെ കൊടുത്തു. രാവിലെ ആയപ്പോൾ അവൻ
അവർ പറഞ്ഞു, പറ്റില്ല, ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരാളാണോ ഈ ഈ ഞങ്ങൾ കൊല്ലാൻ നടക്കുന്ന വ്യക്തി? അവൻ പറഞ്ഞു, അതെ, നിങ്ങൾ അന്വേഷിക്കുന്ന ലോഞ്ചിനൂസ് ഞാനാണ്. എൻ്റെ നാഥനെ പോലെ ഞാനും അവന് വേണ്ടി ബലിയായി തീരാൻ ഞാൻ തയ്യാറാ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധനാണ് വിശുദ്ധ ലോഞ്ചിനൂസ്. പ്രിയപ്പെട്ടവരെ, ഇത് കാലഘട്ടത്തിൻ്റെ ഒരു വെല്ലുവിളിയാണ്. ഈ കാലഘട്ടത്തിൽ സ്നേഹം തണുത്തു ഉറച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ മകനും മകളുമായി മാറാൻ, ചങ്കൂറ്റമുള്ളവരായി മാറാൻ, കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളായി മാറാൻ സ്നേഹിക്കണം, സ്നേഹമായി മാറണം. അങ്ങനെ സ്നേഹമായി മാറുന്നതിലൂടെ അനുഗ്രഹം ജന്മാവകാശമായി മാറും. ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളിലും ക്രിസ്തു കടന്നു വരുന്നത് ശത്രുവിനെ സ്നേഹിക്കാൻ എടുക്കുന്ന, അവൻ എൻ്റെ ജീവിതത്തിലുണ്ടാക്കുന്ന മുറിവുകൾ അവന് തന്നെ പരിഹാരമായി, അവൻ്റെ ജീവിതത്തിന് തന്നെ അനുഗ്രഹമായി ഞാൻ മാറ്റുമ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ കടന്നു വരും. അതുകൊണ്ട് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതലുള്ള വചനങ്ങളിൽ പറയുകയാണ്, ശത്രുവിനെ എങ്ങനെ സ്നേഹിക്കണം. 3 കാര്യങ്ങൾ ചെയ്യണം പ്രിയപ്പെട്ടവരെ. ശത്രുവിന് അനുഗ്രഹിക്കണം, 2 അവന് നന്മ ചെയ്യണം, 3 അവന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. അവനെ അനുഗ്രഹിക്കണം, അവന് വേണ്ടി പ്രാർത്ഥിക്കണം, അവന് പറ്റാവുന്നത്ര നന്മ ചെയ്യണം. അങ്ങനെ ദൈവത്തിൻ്റെ മകനും മകളുമായി മാറുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നാം ഓരോരുത്തർക്കും അനുഗ്രഹം ജന്മാവകാശമായി യേശുക്രിസ്തുവിലൂടെ ലഭിക്കും. ഏത് അസംഭവമെന്ന് കരുതുന്ന കാര്യവും നിൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തി തരും. നിമിഷം കണ്ണുകൾ അടയ്ക്കാം, ഹൃദയങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ വേദനിപ്പിച്ച അനേകരുണ്ട്, വിഷമങ്ങൾ സമ്മാനിച്ച അനേകരുണ്ട്. ഇന്നും അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, നിന്നെപ്പോലെ അവരെ അനുഗ്രഹിക്കാൻ, അവരെ സുഖപ്പെടുത്താൻ എന്നെ സഹായിക്കണമേ. എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ ജീവിതങ്ങളും അവരുടെ അനുഗ്രഹം ലക്ഷ്യം വെച്ചുള്ളതായി അങ്ങ് മാറ്റണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പല പ്രവർത്തികളും ഞാൻ ചെയ്യുമ്പോഴും ഹൃദയത്തിൽ വിഷമമുണ്ട്, വെറുപ്പുണ്ട്. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുജനങ്ങൾ, ചുറ്റുപാടുകൾ, ഈശോയെ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കാത്ത അനേകം അവസ്ഥകൾ എന്നെയും സ്നേഹം മാത്രമായ നിന്നെയും തമ്മിൽ അകറ്റുന്നു എന്ന് തിരിച്ചറിയുന്നു. സ്നേഹമായി മാറാത്തതാണ് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമില്ലാത്തതിൻ്റെ കാരണമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇന്ന് ഞാൻ സ്നേഹിക്കാൻ തീരുമാനിക്കുന്നു. സ്നേഹമായ ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. വാഗ്ദാനം ചെയ്ത് പ്രാപിക്കാൻ, അനുഗ്രഹം പ്രാപിക്കാൻ സ്നേഹമാക്കി എന്നെ മാറ്റണമേ. എന്നെ മുറിവേൽപ്പിക്കുന്നവർക്ക് സ്നേഹം സമ്മാനിക്കാൻ കൃപ നൽകണമേ. പരിശുദ്ധ ദൈവമാതാവേ, കുരിശിൻ്റെ ചുവട്ടിൽ നിന്നവളെ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. അമ്മേ, എന്നെ സഹായിക്കണമേ സ്നേഹമായി മാറാൻ. അങ്ങനെ ദൈവത്തിൻ്റെ മകനും മകളുമായി മാറാൻ അമ്മേ എന്നെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദ ലോർഡ്.